ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും മിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുളക് ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈസി റെസിപ്പി എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ബജ്ജി മുളക്, കടലമാവ് 1.5 കപ്പ്, അരിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി, കായപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓരോ മുളകിൻ്റെയും ഈ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് ചൂടുവെള്ളത്തിൽ എടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഓരോ മുളകും ഇതുപോലെ നമുക്ക് കീറി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ഈ മുളക് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നല്ല തിളച്ച ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതിലൊന്ന് ഇട്ട് വെക്കാം. ഇത് അധികമുള്ള എരിവൊക്കെ ഒന്ന് മാറിക്കിട്ടാനും മുളക് ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതെന്താണ് ചെയ്യണം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് മുളകിന് ഉണ്ടാവുക. പിന്നെ മുളകിൻ്റെ ആ ഒരു കുത്തുന്ന എരിവിന് നല്ലൊരു കുറവും ഉണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മളുടെ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വെള്ളം കളഞ്ഞ് ഇങ്ങനെ എടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാവരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി പിടിച്ചാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ താഴോട്ട് പൊക്കോളും. അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂണോളം അരിപ്പൊടിയും ആഡ് ചെയ്യാം. മൈദ ഞാൻ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ വെറും അരിപ്പൊടിയും കടലമാവും തന്നെയാണ്. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അധികം വെള്ളം ഒന്നും യൂസ് ചെയ്യരുത്, വെള്ളം ഒരിക്കലും ഓവർ ആവരുത്, അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവിൻ്റെ കട്ടകളൊക്കെ ഇങ്ങനെ ചെറുതാക്കി ഉടച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇപ്പൊ കണ്ടോ, ഇതിലൊന്നും കട്ടയൊന്നുമില്ല. ഇങ്ങനെയാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ മുളകും ഈ മാവിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മുളക് നന്നായിട്ട് മാവിൽ മുങ്ങണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മുളകിന് പൊതുവെ നല്ല എരിവ് കുറവാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. വൈകുന്നേരങ്ങളിൽ ഒരു ഈവനിങ് സ്നാക്സ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് വല്ല തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ വല്ല ചട്നിയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ എല്ലാ മുളകും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മളുടെ മുളകിൻ്റെ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.